ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയിലൂടെയും അനുതാപത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടിയുള്ള ഈ നോമ്പ് കാലയളവിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പുകാലം എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ കുറച്ചുകൂടി വിശാലമായി തുറക്കുവാനും നമ്മുടെ കർത്താവിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനുമായുള്ള സമയമാണ്. അതിനാൽ അല്പസമയത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർ 4:4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. 4-ാം വാക്യത്തിൽ പറയുന്നു: എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഇവിടെ സഭ അകത്തും പുറത്തും എതിർപ്പ് നേരിടുന്നു. എന്നിട്ടും ഇവിടെ പൗലോസ് കത്തെഴുതുകയും ഫിലിപ്പിയരോട് സന്തോഷിക്കുവാൻ പറയുകയും ചെയ്യുന്നു. ഇവിടെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണമെന്നാണ് പൗലോസ് അവരോട് പറയുന്നത്. ലൗകിക സന്തോഷം ദൈവിക സന്തോഷത്തിന് തുല്യമല്ല. ദൈവിക സന്തോഷത്തെ സന്തോഷം എന്ന് വിളിക്കുന്നു. ബൈബിളിൽ സന്തോഷം എന്ന പദം വളരെ അർത്ഥവത്തായ ഒന്നാണ്. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സന്തോഷം അനുഭവിക്കാൻ നാം സന്തോഷിക്കാൻ തിരഞ്ഞെടുക്കാം. 5-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കൃപയുള്ളവരായി നടക്കുക. മനസ്സിൽ പകയോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ നിറയാനിടയാകരുത്. കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. നമ്മുടെ നല്ല മനോഭാവം നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്നതിന് വെളിവാകുന്നു. എത്ര പാപങ്ങൾ ചെയ്യുന്നുവോ നമ്മൾ അത്രയും ദൈവത്തിൽ നിന്ന് അകലുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്ന്. നാം നമ്മുടെ ജീവിത നൗകയിലായിരിക്കുമ്പോൾ യാതൊന്നിനെയും ഭയപ്പെടരുത്. ദുഃഖഭാരങ്ങളിൽ ക്ഷീണിതനായിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ കർത്താവിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കും തോറും നമ്മുടെ ആകുലതകൾ കുറയും. നാം നന്ദിയോടെ അഭ്യർത്ഥനകൾ നടത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 7-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സമാധാനത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ശരിയായ രീതിയിൽ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചാൽ എല്ലാ വിവേകത്തെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ കാത്തു സൂക്ഷിക്കും. എന്തു കുഴപ്പങ്ങൾക്കിടയിലും നമുക്ക് ശാന്തത അനുഭവപ്പെടും. 8-ാം വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ സത്യവും മാന്യവും നീതിയും ശുദ്ധവും മനോഹരവും പ്രശംസനീയവുമായതിൽ നാം വസിക്കണം. അതിനാൽ നാം വസിക്കുന്ന കാര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ എന്ന് നാം സ്വയം ചോദിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകും. അതിനാൽ അവനെ സ്തുതിക്കുക, പ്രാർത്ഥനയോടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. 9-ാം വാക്യങ്ങളിൽ സമാധാനത്തിന്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. നാം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ശരിയായ കാര്യങ്ങളിൽ വസിക്കുകയും ശരിയായ ആളുകളെ നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ദുഃഖ അവസരങ്ങളിലും നാം ഭയപ്പെടേണ്ടതില്ല. ഫിലിപ്പി സഭയ്ക്കുള്ള ഈ കത്തിൽ സന്തോഷവും മഹത്വവും പോലുള്ള വിഷയങ്ങൾ പൗലോസ് എടുത്തു കാണിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ചിന്തകൾ, അവരുടെ മനോഭാവം, അവരുടെ വിശ്വാസം അവർ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അവൻ വലിയ ഊന്നൽ നൽകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തതയെ പുലർത്തുന്ന ദൈവ പൈതലിന് ജ്ഞാനത്തെ കവിയുന്ന ദൈവസമാധാനം അവകാശമാക്കുവാൻ കഴിയും. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമെന്നാണ് പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത്. അവന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് അവനെ അനുസരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിന്റെ സമാധാനം എന്ന സമ്മാനവും സംരക്ഷണവും ലഭിക്കുന്നത്. വിശ്വാസികൾ തങ്ങളുടെ സന്തോഷവും പ്രത്യാശയും ദൈവത്തിൽ കണ്ടെത്തുന്നു. സന്തോഷം ആത്മാവിന്റെ ഫലത്തിന്റെ ഭാഗമാണ്. അത് ഓരോ വിശ്വാസിക്കും പ്രധാനമാണ്. ഓരോ വിശ്വാസിയും പൗലോസിനെ പോലെ പ്രയാസകരമായ സാഹചര്യങ്ങൾക്കിടയിലും കർത്താവിൽ സന്തോഷിക്കാൻ ശ്രമിക്കണം. ഫിലിപ്പിയർ 4-ാം അധ്യായം എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ശരിയായ ചിന്തയെ ഊന്നൽ നൽകിയുള്ളതാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ശ്രദ്ധ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും മറ്റുള്ളവരെ സേവിക്കുന്നതിലും ആയിരിക്കണം. നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ ചിന്തകൾ പ്രധാനമാണ്. അങ്ങനെ ഈ നോമ്പ് ദിനങ്ങളിൽ കർത്താവിൽ സന്തോഷിച്ച് സൗമ്യതയോടും വിനയത്തോടും ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവത്തോട് പ്രാർത്ഥനകൾ അപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ. ആമേൻ.